മുനമ്പം ടൂറിസം ബീച്ച് ഹരിത ടൂറിസം ബീച്ചായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ബട്ടർഫ്ലൈ പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ അധ്യക്ഷത വഹിച്ചു. നമ്മളിവിടെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ശലഭോദ്യാനമാണ്. ശലഭോദ്യാനം എന്ന് പറയുമ്പോൾ നമ്മൾ ശലഭങ്ങൾക്ക് വേണ്ടി ഒരു പാർപ്പിടം ഒരുക്കണം. അപ്പോൾ ഒരു ശലഭോദ്യാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസിക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹോസ് പ്ലാന്റ്സ് ഉണ്ടാവും, നെക്ടർ പ്ലാന്റ്സ് ഉണ്ടാവും, ഒരു വാട്ടർ ബോഡി ഉണ്ടാവും, പിന്നെ ഒരു വന്യമായ ഒരു ഇടം. ഇതാണ് ശലഭോദ്യാനത്തിൻ്റെ ബേസിക് എലമെൻറ്റ്സ്. അപ്പോൾ ഓരോ ശലഭത്തിനും ഓരോ ഹോസ് പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ആ ശലഭം മുട്ടയിടുന്നത് അതിൻ്റെ ഹോസ് പ്ലാന്റിലായിരിക്കും. മുട്ട വിരിഞ്ഞു വരുന്ന ശലഭപ്പുഴുവിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് ഈ ഹോസ് പ്ലാന്റിൻ്റെ ഇലകളായിരിക്കും. അങ്ങനെ ഭക്ഷണം കഴിച്ച് അത് പുഴു വലുതാവും, പിന്നെ പ്യൂപ്പയായി മാറും. ഈ പ്യൂപ്പ വിരിഞ്ഞ് ശലഭങ്ങളുണ്ടാവും. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ച, പൊതുവേ നമ്മൾ ഈ നമുക്ക് ചുറ്റുമുള്ള ജൈവവൈവിധ്യം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിയുന്നത്ര ജൈവവൈവിധ്യം ഈ ഒരു സ്പേസിലേക്ക് കൊണ്ടുവരാനാണ് നമ്മുടെ ശ്രമം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഇതൊരു ലേണിംഗ് സ്പേസായി മാറുകയും ചെയ്യും. അപ്പോൾ നേരിട്ട് കാണാൻ പറ്റും കുട്ടികൾക്ക്. അതായത് ഈ ശലഭത്തിൻ്റെ ജീവിതചക്രം നേരിട്ട് കാണാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റുന്ന ഒരു ഇടമായി ഇത് മാറും. ഇതൊരു ലേണിംഗ് സ്പേസ് ആയിട്ട് മാറണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ചുറ്റും നമ്മളൊരു ബാംബി ഫെൻസിങ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയ ബോർഡുകൾ, എന്താണ് ശലഭോദ്യാനം, എന്തിനു വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്, പിന്നെ ശലഭത്തിൻ്റെ ജീവിതചക്രം, പിന്നെ ഓരോ ഹോസ് പ്ലാന്റും നമ്മൾ നെയിം ബോർഡ് വയ്ക്കും. അത് ഏത് ബട്ടർഫ്ലൈയുടെ ഹോസ് പ്ലാന്റ് ആണ് എന്നുള്ള വിവരങ്ങളെല്ലാം നമ്മൾ അതിൽ എഴുതി വയ്ക്കും. അപ്പോൾ കുട്ടികൾ നമ്മൾ ഇതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതിന് പകരം നേരിട്ട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട്. ഗാന്ധി ജയന്തിയുടെ ദിനവുമായി ബന്ധപ്പെട്ട് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തും LNGയും ചേർന്ന ഒരു പ്രോജക്റ്റ് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള 2 പഞ്ചായത്തുകളിൽ നടപ്പിലാക്കുകയാണ്. അതിൻ്റെ ആദ്യപടി എന്ന നിലയിൽ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ മുനമ്പം ബീച്ച് 1-ാം വാർഡിൽ ബട്ടർഫ്ലൈ ഗാർഡൻ ഒരുക്കുകയാണ്. അതിൻ്റെ നിർമ്മാണോദ്ഘാടനമാണ് ഇന്ന് നടന്ന് കഴിഞ്ഞിട്ടുള്ളത്. അതിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്യുകയാണ് ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി. നവകേരള സൃഷ്ടിക്ക് വേണ്ടി മാലിന്യമുക്തമായ ഒരു പുതിയ ലോകം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കാലാവസ്ഥാ വ്യതിയാനത്തിന് ഒരു ചെറിയ കൈത്താങ് എന്നുള്ള നിലയിൽ നമ്മൾ ഈ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് ഈ പരിപാടി നടത്തിയിട്ടുള്ളത്. അത് ഏക്കർ കണക്കിന് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ പ്രകൃതിക്കിണങ്ങുന്ന തരം സസ്യങ്ങളെ വെച്ച് പിടിപ്പിച്ച് ഇത് വിപുലമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഉള്ളത്. അതിനെല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നവകേരളം എന്നുള്ള പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഒക്ടോബർ 2-ാം തീയതി മാർച്ച് 30-ന് അകം നമ്മുടെ നാട് സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു പദ്ധതി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഈ പരിപാടി ഏറ്റെടുത്തിട്ടുള്ളത്. അതിൻ്റെ പരിപാടിയിൽ നമ്മൾ 2 ബീച്ചുകളാണ് നമ്മളുടെ നമ്മുടെ വൈപ്പിൻ ബ്ലോക്കിൻ്റെ പരിധിയിൽ വരുന്നത്, പ്രധാനമായിട്ട് വരുന്നത്. അതിലൊന്ന് കുഴിപ്പള്ളി ബീച്ചും മറ്റൊന്ന് മുനമ്പം ബീച്ചുമാണ്. ഈ 2 ബീച്ചുകളും ഹരിതാഭമാക്കുന്നതിനുള്ള ഒരു പരിപാടിയാണ്. ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ചാണ് ബീച്ച് നടത്തിക്കൊണ്ട് പോകണമെന്നാണ് പറയുന്നത്. എല്ലാ ബീച്ചുകളും എല്ലാ നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അങ്ങനെ ഗ്രീൻ പ്രോട്ടോക്കോളിലേക്ക് എത്തിക്കണമെന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു ആഗ്രഹം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിന് നമ്മളെ സഹായിക്കുന്നത് പെട്രോനെറ്റ് എന്നുള്ള സ്ഥാപനമാണ്. പെട്രോനെറ്റിൻ്റെ ഭാരവാഹികൾ ഇന്നിവിടെ എത്തിയില്ല. ആശിഷ് ഗുപ്ത വേറൊരു പരിപാടിക്കാരൻ നാട്ടിലേക്ക് പോകേണ്ടി വന്നുകൊണ്ടാണ് എത്താതിരുന്നത്, അല്ലെങ്കിൽ കക്ഷി ഉണ്ടാകുമായിരുന്നു ഇവിടെ. അവരുടെ സഹായം ഇതിന് കാര്യമായിട്ടുണ്ട്. അവരുടെ പ്രൊജക്റ്റ് അനുസരിച്ചാണ് നമ്മൾ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിവിടെ ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മളൊരു ബട്ടർഫ്ലൈ പാർക്കാണ്. പൂമ്പാറ്റകൾ നമുക്ക് കണ്ണിനും കാതിനും എല്ലാം കൗതുകം തരുന്നൊരു വസ്തുവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുവേണ്ടി കുട്ടികളെ ഒരുപാട് ആകർഷിക്കുന്ന ഒരു പരിപാടിയായിരിക്കുന്നത്. അതിന് പൂമ്പാറ്റകളെ ശല്യം ചെയ്യാത്ത വിധത്തിൽ അത് കണ്ടു പോകുന്നതിനുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഒരുക്കുന്നത്. ഈ ഒരു 800 സ്ക്വയർ മീറ്റർ സ്ഥലത്ത് നമ്മൾ പൂമ്പാറ്റയ്ക്ക് വേണ്ടി പാർക്ക് ഒരുക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ ബീച്ചിനോടനുബന്ധമായിട്ട് കുറേ ഇരിക്കാൻ
സന്ദർശിക്കുന്നതിനുള്ള ബെഞ്ചുകൾ, അത് പാഴ്വസ്തുക്കൾ കൊണ്ടാണ് ബെഞ്ചുകൾ ഉണ്ടാക്കുന്നത്. പാഴ്വസ്തുക്കൾ ബെയിൽ ചെയ്താണ് ബെഞ്ചുകൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സോളാറിൻ്റെ ലൈറ്റുകൾ ഉദ്ദേശിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ നല്ല കുടിവെള്ളം എത്തിക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചിട്ട് ആളുകളെ ഒരു ശുചിത്വ ബോധം ആളുകളിൽ ഉണർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. ഇങ്ങനെ ബഹുമുഖമായിട്ടുള്ളൊരു പരിപാടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിനുള്ള സഹായം ഹരിത കേരള മിഷനാണ് അത്തരം പരിപാടികൾ മുന്നോട്ട് വെച്ചത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിപൂർണ്ണ പിന്തുണയോടുകൂടി ആണ് ഈ പരിപാടി നടപ്പാക്കുന്നത്. ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ഓണം വരുമ്പോൾ മഞ്ഞപ്പക്കികളും ബട്ടർഫ്ലൈകളും ഇങ്ങനെ പറന്ന് നടക്കുന്ന കാണാം. പക്ഷെ ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മളിതൊന്നും കാണുന്നില്ല. കാരണം നമ്മുടെ പച്ചപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പച്ചപ്പ് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പെട്രോനെറ്റും ഹരിതകർമ്മ മിഷനും കൂടി ഈ ഒരു പദ്ധതി മുന്നോട്ട് വെക്കുന്നത്. ഇതിനെല്ലാവിധ ആശംസകളും. ഫ്ലൈ പാർക്ക് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതി അധികാരം നിൽക്കുമ്പോൾ നമ്മുടെ കരയിലെ വേലിയേറ്റം, കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും അതിന് നമ്മൾ ഒട്ടേറെ പ്രോജക്റ്റുകൾ നമ്മൾ പ്രവർത്തന പദത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുഴുപ്പള്ളി ബീച്ചിൽ ജൈവ തീരം, അത് കണ്ടൽ ചെടികൾ നട്ടുന്ന ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കി. ഞാറക്കൽ ശുചിത്വപാത, സുന്ദരപാത പ്രോജക്റ്റ് നടപ്പിലാക്കി. അതുപോലെ കാർഷിക രംഗത്തുള്ള മുന്നേറ്റത്തിന് പ്രോജക്റ്റ് ഉണ്ടാക്കി പൊക്കാളിയുമായി ബന്ധപ്പെട്ട്. അതുപോലെ ഇപ്പോൾ പെട്രോനെറ്റ് LNGയുമായി ചേർന്നുകൊണ്ട് നമ്മുടെ മുനമ്പം മുസൂരീസ് പാർക്കിലും അതുപോലെ തന്നെ കുൾപ്പള്ളി ബീച്ചിലും ബട്ടർഫ്ലൈ പാർക്കും ഹരിത തീരവും തീർക്കുകയാണ്. അതിനുള്ള നിർമ്മാണോദ്ഘാടനമാണ് നടന്നത്. ഇപ്പോഴും ചിത്രശലഭങ്ങൾക്കുള്ള ഒരു ആവാസ വ്യവസ്ഥ നമ്മുടെ മുനമ്പം ബീച്ചിനകത്തുണ്ട്. അത് കൂടുതൽ വർണ്ണാഭമായ രീതിയിൽ ഒരുക്കുന്നതാണ് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കാഴ്ചപ്പാട്. അതുമായിട്ട് സഹകരിക്കുന്ന പ്രകൃതി സ്നേഹി മനോജിൻ്റെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത്. ആ പദ്ധതിക്ക് എല്ലാവിധ സഹകരണവും പൊതുജനങ്ങളുടെയും ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവിധ കണ്ണെരിയുന്ന രീതി കണ്ടിട്ടില്ല. രണ്ടാമത് മൂക്കിൽ വെള്ളം കയറും. നമ്മൾ കടലിലല്ലേ ഇറങ്ങുന്നത്. അപ്പോൾ കടലിൽ കയറുന്ന വെള്ളം ഏത് വെള്ളമായിരിക്കും? ഉപ്പുവെള്ളം അല്ലെങ്കിൽ പോലും മൂക്കിൽ വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ടെൻഡൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് രീതിയിൽ, അതായത് മൂക്കിനകത്തുള്ള സോഫ്റ്റ് മെംബ്രെയിനിൽ മൈക്രോ സ്ക്രാച്ചസ് വീഴും. അപ്പോൾ കുറച്ച് നേരത്തേക്ക് വല്ലാത്ത എരിച്ചിലുണ്ടാകും. അത് സാധാരണ നിലയിൽ അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിയുന്നത് മാറും. ചെവിയിൽ സാധാരണ നിലയിൽ വെള്ളം കയറില്ല. നിങ്ങൾ വെള്ളം കയറണം എന്ന് പരിശ്രമിച്ചാൽ മാത്രമേ കയറും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് നമ്മൾ വെള്ളത്തിലെടുത്ത് കമിഴ്ത്തുകയാണെങ്കിൽ കമിഴ്ത്തി വെള്ളത്തിൽ താഴെ വീണ്ടും വെള്ളം കയറും. അല്പം ചരിച്ചാലോ? ഇങ്ങനെയാണ് ചെവിയിൽ വെള്ളം കയറുന്നത്. ഇൻ കേസ് ചെവിയിൽ വെള്ളം കയറി കഴിഞ്ഞാൽ അതിനെപ്പറ്റി ബോധരാകേണ്ട. തിരിച്ച് കരയിൽ വന്നതിന് ശേഷം നമുക്കത് ഒഴുക്കി കളയാൻ പറ്റും. അത് ഒഴുകി പോയില്ലെങ്കിൽ 2-3 ഡ്രോപ്പ് കൂടെ ഒഴിച്ചിട്ട് തിരിച്ച് കഴിഞ്ഞാൽ ഒഴുകും. അത്ര സിമ്പിളാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ നമുക്കവിടെ കുറച്ച് സമയമുള്ളൂ. അയ്യോ എൻ്റെ ചെവി വെള്ളം കയറിയെന്ന് പറഞ്ഞ് നിന്ന് അത്ര സമയം പോയി.